എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് വേഗം വന്നോളാം. ഞങ്ങൾ വണ്ടിയുടെ അടുത്തുണ്ടാവും. നിങ്ങൾ വാ. ജാമ്യം കിട്ടുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ഇങ്ങനെ ഒരു വിധി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. മോള് പേടിക്കണ്ട, നമുക്ക് ഉടനെ തന്നെ വീണ്ടും ജാമ്യം കിട്ടുമെന്ന് നോക്കാം. ജയിലിൽ എനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോന്നൊന്ന് അന്വേഷിക്കട്ടെ. അവിടെ മോൾക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. സ്വപ്നെ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്ന് അറിയാനാണോ? സ്വപ്നെ, എനിക്ക് ആ വീട്ടിലെ ആരെയും കാണണ്ട. എന്നെ ചതിച്ച് ജയിലിലാക്കിയ മഞ്ജു ഇപ്പോഴും അവിടെ തുടരുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ആർക്കും ഞാൻ ജയിലിൽ പോകുന്നതിൽ ഒരു വിഷമവും ഇല്ലെന്നാ. അങ്ങനെയുള്ളവരെ ബന്ധുക്കളായിട്ടല്ല, ശത്രുക്കളായിട്ടാ കാണേണ്ടത്. മഞ്ജുവിന് നിന്നോട് പകരം വീട്ടാനായിട്ട് അവളുടേതായ കാരണങ്ങളുണ്ട്. അതിലേക്ക് വെറുതെ എന്നെ അമ്മയൊന്നും വലിച്ചിടണ്ട. വലിച്ചിടാതെ എങ്ങനെയാ? എന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇപ്പോഴും അവളുടെ കൂടെ ജീവിക്കുന്ന ഗിരിയേട്ടൻ എന്റെ ചേട്ടനാണെന്ന് പറയുന്നതില് എനിക്ക് നാണക്കേട് തോന്നുന്നു. ഇനി എന്റെ മുഖത്ത് നോക്കണമെങ്കിൽ മഞ്ജുവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വന്നാ മതി. സൗകര്യമില്ല. കുറെ നേരമായല്ലോ വളവളാന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ ഭാര്യയായിട്ട് എനിക്കൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഞാനതിന് അവളെ ഡിവോഴ്സ് ചെയ്യുന്നത്. എന്നെ കൊല്ലാൻ നോക്കിയവനാ ഈ നിൽക്കുന്നത്. ഇവനെ ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ട നീ അത് ചെയ്യോ? ഇല്ലല്ലോ. അപ്പൊ നിനക്കൊരു ന്യായവും എനിക്ക് വേറൊരു ന്യായവും വേണ്ട. നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. നിനക്കതിന്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? ഓ, എന്നെ ചതിച്ച് ജയിലിലാക്കിയതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ? ഇതൊന്നും നിനക്ക് അധികം ആഘോഷിക്കാൻ ആയുസുണ്ടാവില്ല. നിനക്കുള്ള പണി പുറകെ വരുന്നുണ്ട്. വേണ്ട, ഇത് കോടതിയാ. ആരെങ്കിലും കണ്ട വലിയ കേസാവും. ഇത് കോടതിയായത് നിന്റെ ഭാഗ്യം. എന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും നീ ഭീഷണിപ്പെടുത്തിയ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. നീ ചെയ്തിട്ട് പിടിക്കപ്പെടാതെ പോയ തെറ്റുകൾ ഒരുപാടുണ്ട്. അതിനെല്ലാം ചേർന്ന് കിട്ടിയ ശിക്ഷയാണിതെന്ന് കരുതിയാ മതി. ഇനിയെങ്കിലും ഇതിൽ നിന്നൊരു പാഠം പഠിച്ച് നന്നാവാൻ ശ്രമിക്ക. അല്ലാതെ പകരം വീട്ടാനാണ് ഉദ്ദേശമെങ്കിൽ നീ ഇനിയും കുറെ അനുഭവിക്കും. ദോഷം പറയരുതല്ലോ. നിനക്ക് ഈ വിലങ്ങ് വെച്ച ലുക്ക ഏറ്റവും കൂടുതൽ ചേരുന്നത്. ഇതിങ്ങനെ തന്നെ തുടരാൻ ശ്രമിക്കുന്നത് നല്ലത്. എന്താ മുകുന്ദ, ഇവള് ജയിലിലേക്ക് പോകാൻ പോവല്ലേ? ഇത്രയും ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ടോന്നോ? ഇവള് ചെയ്ത എന്താന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ? നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിലെ വിള്ളലുണ്ടാക്കിയത് ഇവളൊറ്റൊരുത്തിയാ. സ്വപ്നയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ എന്റെ പ്രതികരണം വളരെ മോശമായിരിക്കും. എടാ, ആദ്യം നീയെ നിന്റെ സ്വന്തം ഭാര്യ നന്നായിട്ടൊന്ന് മനസ്സിലാക്ക്. ഇവളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലേ നീ തന്നെ ഇവളിട്ടിട്ട് ഓടിപ്പോവും. എന്ത് സത്യങ്ങൾ? ഞാനെന്തിനാ ഇവളെ കുറിച്ചുള്ള കുറ്റങ്ങൾ നിന്നോട് പറയുന്നത്? നീ ആ കുറ്റങ്ങളൊക്കെ പതുക്കെ സമയമെടുത്ത് കണ്ടുപിടിക്കും. അതെ, ഇതുവരെ സംസാരിച്ചു കഴിഞ്ഞില്ലേ? ആ, സമയം കഴിഞ്ഞു. വാ പോവാം. സാറേ, ഇവളെ വേഗം കൊണ്ടേ ജയിലിലാക്ക്. ഈ നാടെങ്കിലും രക്ഷപ്പെടട്ടെ. വാ. ഒരു നിമിഷത്തേക്ക് നീ സഞ്ജുവിനോട് എല്ലാം പറയുമെന്ന് ഞാൻ പേടിച്ചു. ഞാൻ കാരണേ ഒരു പെണ്ണിന്റെയും കുടുംബജീവിതം തകരരുതെന്ന നിർബന്ധം എനിക്കുണ്ട്. സ്വപ്നയ്ക്കുള്ള ബാക്കി പണി ജയിലിൽ വെച്ച് മഹിമ കൊടുത്തോളൂ.